ഹായ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു സെറാമിക് മോഡൽ വാഷ് ബേസിന്, അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ നമ്മൾ വീട്ടിൽ തന്നെ നിർമ്മിക്കുകയാണ്. വളരെ തുച്ഛമായ ചെലവിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നിർമ്മിക്കുക നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഗ്ലാസ് പീസാണ്. ഇത് നമ്മൾ 70 സെൻറ്റിമീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വീതിയുമാണ് എടുത്തത്. ഇതൊരു പഴയ ഗ്ലാസ് പീസാണ്. അപ്പോൾ നമുക്ക് അളവ് ഇത് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ചാനൽ, 1 ഇഞ്ച് കനം വരുന്ന ചാനലാണ്. അപ്പോൾ ഇത് ഫൈബർ ചാനലാണ്. അതിപ്പോൾ നമുക്ക് അലൂമിനിയം ആണെങ്കിലും അല്ലെങ്കിൽ റീപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിനൊരു ബോർഡർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്രെയിം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളളവ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളളവ് നമ്മൾ എടുത്തത് 45 സെൻറ്റിമീറ്റർ വീതിയും അതേപോലെ തന്നെ 65 സെൻറ്റിമീറ്റർ നീളവുമാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ചാനലുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തു. ഇനി അതിൻ്റെ മൂലകളിലൊക്കെ, രണ്ടും ചേരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇളകി പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിനുള്ളിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കൊരു നെറ്റ് പീസ് വേണം. ഇത് 1/2 മീറ്റർ നമ്മൾ നെറ്റ് വാങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ 1/2 മീറ്ററിന് 45 രൂപയാണ് വില. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് പാത്രം ഇതേപോലെ റൗണ്ട് കിട്ടുന്നത്. പിന്നീട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്, ഒരു PVC പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ബാക്കിലായിട്ട് അതും നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് വെച്ചതിന് ശേഷം നെറ്റിൽ ഈ ബക്കറ്റിൻ്റെ റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. കാരണം ആ ഭാഗം ഈ ബക്കറ്റ് വരുന്ന ഭാഗം നമ്മൾ നെറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കണം. അതേപോലെ തന്നെ നമ്മുടെ PVC പൈപ്പിൻ്റെ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തിയെടുത്ത് ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ആ നെറ്റിൻ്റെ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അത് ബക്കറ്റ് വരുന്ന ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ PVC പൈപ്പ് വരുന്ന ഭാഗവും നമ്മൾ നെറ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇതേപോലെ ബക്കറ്റ് അതിനുള്ളിലേക്ക്, നെറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ബക്കറ്റ് വെക്കുക. ആ ബക്കറ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ PVC പൈപ്പ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്കത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒട്ടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇളകി പോകാതിരുന്നാൽ മതി. അപ്പോൾ ബക്കറ്റും PVC പീസും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ നെറ്റ് നമുക്കൊന്ന് മുകളിലോട്ട് കെട്ടി നിർത്തണം. ഇതേപോലെ നമ്മളൊരു കയർ ഉപയോഗിച്ചിട്ട് ബക്കറ്റിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് ചേർത്ത് ഒന്ന് കുറച്ച് മുകളിലേക്ക് പൊക്കി നമ്മൾ ഇതേപോലെ കെട്ടി നിർത്തുന്നുണ്ട് താൽക്കാലികമായി. ഇനി നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 2-3 സ്പൂണ് സിമെൻറ്റ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ബ്ലാക്ക് ഓക്സൈഡ്, നമ്മളൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു പാക്കറ്റിന് 50 രൂപയാണ് വില, 250 ഗ്രാമാണ് ഇത് പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു സ്പൂണ് നമ്മൾ ഈ സിമെൻറ്റിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് നമ്മളതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്.
ഇനി ഇതാ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ എടുത്തതിന് ശേഷം നമ്മളത് ഒരു തുണിയിൽ, ഒരു കോട്ടൺ തുണിയിൽ ആക്കിയ ശേഷം നമ്മുടെ ഈ ഗ്ലാസ്സിലും അതേപോലെ തന്നെ ഫ്രെയിമിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ സിമെൻറ്റും ബ്ലാക്ക് ഓക്സൈഡും ചേർത്ത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്ത സാധനം നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് ആ രൂപത്തിലൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ കളറ് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മളിതാ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് സിമെൻറ്റ് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ അതായത് നന്നായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രെയിമിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഒരു ചെറിയ കനത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിനുള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചെടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തട്ടി ഒന്ന് ജർക്കിങ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ പേസ്റ്റ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒന്ന് ജർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ജർക്കിങ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ അതായത് നമ്മുടെ ബ്ലാക്ക് കളറ് നമ്മൾ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 2:1 എന്ന രീതിയിലാണ് നമ്മൾ ഇതെടുത്തത്. 2 എംസാൻഡിന് 1 സിമെൻറ്റ് എന്ന രീതിയിൽ. അത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ മിക്സ് വിതറിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് നമുക്ക് താഴ്ത്തത് ഇതേപോലെ നമ്മുടെ കെട്ട് താൽക്കാലികമായി കെട്ടി വെച്ച നമ്മുടെ കെട്ട് ഒഴിവാക്കിയ ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ നെറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്ക് താഴ്ത്തി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അതായത് 2:1 എന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ എംസാൻഡ് സിമെൻറ്റും മിക്സിൽ വെള്ളം ചേർത്ത് ഇതേപോലെ കുഴച്ചെടുത്ത ശേഷം നമ്മുടെ ഫ്രെയിം നിറയുന്നത് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൽ നിറയെ നമുക്ക് ഇത് ചൊരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ കനം വരെ നമ്മൾ നമ്മുടെ എംസാൻഡ് സിമെൻറ്റും ചേർത്ത സിമെൻറ്റ് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മൾ ഇതേപോലെ ഒരേ ലെവലിൽ നമ്മൾ ഇതേപോലെ നിരത്തി നമ്മൾ മുകൾ ഭാഗം മിനുക്കി റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബേസ് നമ്മൾ വാർത്ത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നനച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബേസിനാണ് റെഡിയാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബേസിന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മളൊരു ടൈല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചൊരു പ്രതലം റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ ഇതേപോലെ നമ്മളൊരു 1.5 ഇഞ്ച് PVC പൈപ്പിൻ്റെ പീസാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ PVC പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലെ 1.5 ഇഞ്ച് അളവ് വരുന്ന ഇതേപോലെ ഒരു പെയിൻറ്റ് ടിന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ നടുഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്ലാക്ക് ഓക്സൈഡ് ചേർത്ത സിമെൻറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ബേസിൻ്റെ മുകളിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബേസിൻ്റെ മുകളിൽ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വരച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ബേസിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതേപോലെ നമുക്ക് ആദ്യം മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് കുമ്മായ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ പുറംഭാഗം മുഴുവനായിട്ടും നമ്മൾ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് തേച്ചെടുത്തു. ഇനി നമ്മൾ കുറച്ച് മിക്സ്, അതായത് നമ്മൾ നേരത്തേതുപോലെ തന്നെ, അതായത് 2:1 എന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ മിക്സ്, നനയ്ക്കാത്ത മിക്സാണ്. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും അതേപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും മിക്സ് വിതറിയ ശേഷം നമ്മുടെ മിക്സിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ആ കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇത് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമുക്കത് തേച്ചെടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ തേക്കുന്നതിന് മുമ്പ് നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലുള്ളൊരു നെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു മീറ്ററിന് വെറും 10 രൂപ മാത്രമേ വിലയുള്ളൂ. ആ നെറ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അതായത് ഈ ജിപ്സം ഷീറ്റൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെറ്റാണ്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് നെറ്റ് വെച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്തും അതേപോലത്തെ സൈഡ് ഭാഗത്തൊക്കെ തേച്ച് നമുക്ക് നന്നായിട്ടിത് മിനുക്കി എടുക്കണം. നമ്മുടെ പ്ലാസ്റ്റിക് ബേസിൻ്റെ അതായത് വക്ക് വരുന്ന കനത്തിലാണ് നമ്മൾ ഈ സിമെൻറ്റ് തേച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് നന്നായിട്ട് നമ്മളിത് മിനുക്കി എടുക്കുന്നുണ്ട്. ആ മിനുക്കി എടുത്ത ശേഷം പിന്നെ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ സിമെൻറ്റും ബ്ലാക്ക് ഓക്സൈഡും ഇതേപോലെ നമ്മളൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ സൈഡ് ഭാഗത്തൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ മിനുക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബേസിന് ബ്ലാക്ക് കളർ കൊടുത്ത് അത് നന്നായിട്ട് നമ്മൾ മിനുക്കിയെടുത്തു. ഇനി നമ്മളിത് നമ്മുടെ വൈറ്റ് സിമെൻറ്റ് ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് പുറം ഭാഗത്തേക്ക് വേണ്ടി. ഇനി നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 4-5 ദിവസം ഇത് നമ്മുടെ ഷീറ്റും അതേപോലെ തന്നെ നമ്മുടെ ബേസിന് നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി നനച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതൊരു 4-5 ദിവസം നമ്മൾ ഇതേപോലെ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ കോട്ടൺ തുണി നമ്മൾ നനച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഷീറ്റും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4-5 ദിവസം ഇതേപോലെ ഷീറ്റും നമുക്ക് നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റും നമ്മുടെ ബേസിനൊക്കെ നമ്മൾ 4-5 ദിവസം നനച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതിൻ്റെ ഫ്രെയിമുകളൊക്കെ പൊളിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ അത് ഫ്രെയിമുകളൊക്കെ നമുക്ക് ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ പൊളിച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് അതായത് ഗ്ലാസ്സിന് മുകളിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് നമുക്കിത് ഇതേപോലെ പൊങ്ങി വന്നോളും.
അപ്പോൾ അത് നമ്മുടെ വാഷ് ബേസിന് വേണ്ടിയിട്ടുള്ള ബേസ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബക്കറ്റൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ബക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ PVC പൈപ്പൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ ഒന്ന് മുട്ടി കൊടുത്താൽ ബക്കറ്റ് പോന്നോളൂ. ഇതാ ബക്കറ്റ് എടുത്ത് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ PVC പൈപ്പ് എടുത്ത് മാറ്റാം. നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സൈഡ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ഈ ഷീറ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബേസിന് എടുക്കുക. ആദ്യം നമുക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ച തുണി നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബേസിന് എടുത്ത് തിരിച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച നമ്മുടെ മോൾഡ് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ അത് ഇതേപോലെ വക്ക് ഭാഗം നമ്മൾ ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മുകളിലോട്ട് ഇതേപോലെ പൊന്തിച്ച് കൊടുത്താൽ പൊക്കി കൊടുത്താൽ അതങ്ങ് പോന്നോളും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ പ്ലാസ്റ്റിക് ബേസിൻ നമ്മൾ എടുത്ത് മാറ്റി. ഇതാ നമ്മുടെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ബേസിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നടുഭാഗത്ത് വെച്ച ടിന്നും നമുക്ക് എടുത്ത് മാറ്റതാം. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയതാണ്. ഇതപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബേസിന് വാഷ് ബേസിന് ഇതാ റെഡിയായി. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബേസിന് അപ്പോൾ ഇത് നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഹോള്, സൈഡിലുള്ള ചെറിയ ഹോള്. ഇത് നമുക്ക് ബേസിനൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ബേസിന് നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഇന്നൊരു സ്റ്റാൻഡ് നിർമ്മിച്ചാൽ മതി. കാരണം നമുക്ക് വേണ്ട ഉയരത്തിൽ നമുക്ക്, അതായത് അലൂമിനിയം സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് GI സ്ക്വയർ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ചിലവേ വന്നിട്ടുള്ളൂ. കാരണം നമ്മളിതിന് ഉപയോഗിച്ചത് 3 കിലോ വൈറ്റ് സിമെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് 5 കിലോ സിമെൻറ്റ്, പിന്നെ കുറച്ച് എംസാൻഡ്, പിന്നെ ഒരു ബ്ലാക്ക് ഓക്സൈഡ്. അപ്പോൾ ഇത് സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവേ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിന് നമ്മളൊരു 1/2 മീറ്റർ നെറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ നെറ്റും എല്ലാം കൂടിയിട്ട് നമുക്കൊരു 200-250 രൂപക്കുള്ളിലേ നമുക്കിതിന് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു ബേസിനൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ 3000-നൊക്കെ മുകളിൽ നമുക്ക് വില വരുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവ്. അത് മാത്രമല്ല നമുക്ക് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഒരു ബേസിനൊക്കെ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദമാണല്ലോ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. നമ്മുടെ ഈ ബേസിനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഗ്രാനൈറ്റൊക്കെ പോളിഷ് ചെയ്യുന്ന പോളിഷ് അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെ പോളിഷ്, അതായത് വാട്ടർ പ്രൂഫ് പോളിഷുകളുണ്ട്. ആ പോളിഷുകൾ ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഒന്നും കൂടി ഇത് തിളങ്ങി കിട്ടും.